ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ നാളെ നമ്മൾ വേറൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. നാളെ മോർണിംഗ് ഒരു 3 o'clock ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവും. ഇത്തവണ ട്രിപ്പിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ചിക്കുൻ്റെ കസിൻ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്, 2 ഫാമിലി ആയിട്ട്. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയി നിശാന്ത് ഏട്ടനെ പിക്ക് ചെയ്യണം. ഇല്ല, ഇവിടെ ഇരിക്കണം, ഞാൻ എടുക്കാം. അപ്പം അപ്പം നമ്മൾ നിശാന്ത് ഏട്ടൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു ലഗേജൊക്കെ എടുത്ത് വയ്ക്കണം. അല്ല, അത് വേറെ ഫോൺ എടുത്തോ. ചായ വേണ്ട, വേണ്ട വേണ്ട, കുറച്ച് ദിവസമായിട്ട്. എവിടെ എത്തി? സ്ഥലം പറ. ഓമല്ലൂർ. ഞങ്ങൾ ഓമല്ലൂർ എത്തിയിട്ടുണ്ട്. ഓമല്ലൂർ എവിടെ? കൊല്ലത്തായിരിക്കും വരാനായിരുന്നു പ്ലാൻ. പക്ഷെ എല്ലാവരും കൂടെ കാറിൽ കൊണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നോവയിൽ വന്നു. നിശാന്തേട്ടൻ്റെ ഇന്നോവയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. സമയം എത്രയായിരുന്നു? സമയം ഒരു 8:15, 8:30 ആയിട്ടുണ്ട്. ഇത്രയും പേരുണ്ട്. നമ്മൾ ഒന്നിച്ചാണ് വന്നത്. വ്ലോഗിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വാഗമണിൽ ഏതോ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഏത് വ്യൂ പോയിൻ്റാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ചിക്കുവിന് ഇന്നലെ തൊട്ട് ജലദോഷമാണ്, അതുകൊണ്ട് അവൻ ഭയങ്കര ഡള്ളാണ്. പക്ഷെ മാക്സിമം അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പം ചിക്കു മുങ്ങാൻ സാധ്യതയുണ്ട് എങ്ങോട്ടെങ്കിലും. അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് നമുക്ക് ചെക്കിൻ ടൈം വരുന്നത് 11:30 ആണ്. പക്ഷെ നമ്മളൊരു 10:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ അടുത്തുള്ളൊരു ഏതെങ്കിലും സ്ഥലം പോയി കാണാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൊട്ടക്കുന്നിലാണ്. ഇതിനകത്ത് കയറാനായിട്ട് അഡൾട്ട്സിന് 25 rupees, ചിൽഡ്രൻ ആണെങ്കിൽ 15 rupees എൻട്രി ഫീ വരുന്നത്. കൂടാതെ ഇതിനകത്ത് ബോട്ടിംഗ്, പാരാഗ്ലൈഡിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടി വരും. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല. ഈവനിങ് വല്ലതും വന്നിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഈവനിങ് വന്നാൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കു ഒന്നും വരുന്നില്ല. ചിക്കുവിന് ഇത്ര ചൂടത്ത് ഇവിടെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. ചിക്കൻ വരുന്നില്ല, നിശാന്തേട്ടനും വരുന്നില്ല. ഞാൻ ഈ സ്വെറ്റർ ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര തണുപ്പാണ്. പക്ഷെ തണുപ്പല്ല, വെയിൽ കാരണം ഞാൻ ഇട്ടേക്കുന്നതാണ്. ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തണുപ്പാവുമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏകദേശം നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ തന്നെയാണ്. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ടെമ്പറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട്, ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോയി ഷോപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പം ഞാനും അഖില ചേച്ചിയും പിള്ളേരും ഒക്കെ കൂടെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിള്ളേർ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഹായ് പറ, ഹായ്. അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുക്കിയിൽ വെയിൽ കൊള്ളാൻ വന്നിട്ടുണ്ട്. ഈ ക്യാപ്പ് എടുത്തു. 150 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ചിക്കുവും ചേട്ടനും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്, ഹോട്ടൽ ഗ്രീൻ പാലസ്. ഈ മൊട്ടക്കുന്നിനൊക്കെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കോട്ടേജ് ആയിട്ടാണ് നമ്മുടെ റൂംസ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സിറ്റ് ഔട്ടുണ്ട്. ഇത് ഫാമിലി റൂമാണ്. ഇപ്പോൾ കിഡ്സുമായിട്ടൊക്കെ വരികയാണെങ്കിൽ എടുക്കാൻ പറ്റിയ റൂമാണ്. ഇനി കയറി വന്നോ. 2 റൂംസാണ് ഈ കോട്ടേജിലുള്ളത്. ഇങ്ങനെ സ്റ്റെയർ കയറി പോകുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല വ്യൂസ് കാണാൻ പറ്റും. അതാന്ന് തോന്നുന്നല്ലേ കുരിശുമല അല്ലേ? ഇതാണ് ഇവിടുത്തെ കുരിശുമല കേട്ടോ, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ എങ്ങോട്ട് പോവായിരിക്കും? നമ്മൾ എല്ലാ റിസോർട്ടും പോലെ ബെഡുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു സൈഡ് ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂമിൽ. പിന്നെ ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. വാഷ്റൂം കുഞ്ഞാണ്, പക്ഷേ കുഴപ്പമില്ല, റൂമൊക്കെ വലുതാണ്. ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. അവിടെ ഒരു മിററുണ്ട്, ഷവർ. ഇവിടുന്ന് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പുറത്തെ കോട്ടേജാണ് കാണുന്നത് കേട്ടോ. വേറെ വ്യൂ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുരിശുമലയുടെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഉച്ചയാണ്ട് നല്ല വെയിലാണ്, പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേനും തണുപ്പാവുമായിരിക്കും. അപ്പോൾ ഈ സ്റ്റേ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2-3 ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേ തന്നെയാണിത്. ചിക്കുന് ഇന്നലെ തൊട്ട് തീരെ വയ്യ. ചൂടെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. തണുപ്പാണെങ്കിൽ ജലദോഷമൊന്നും ചിക്കുവിനൊരു വിഷയമേ അല്ല. പക്ഷെ ചൂടാണെങ്കിൽ ഒരു ചെറിയ ജലദോഷവും വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ കോട്ടേജിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടിയെ കൊണ്ടുപോയി അകത്ത് വെച്ചു. അതേ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളീ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. നല്ല വെയിലാണെങ്കിലും ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് അവരുടെ ഡോർമെട്രീസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്നവരൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ്. നമ്മളവിടെ പോയപ്പോൾ ഏതോ ഒരു സ്കൂളിലൊരു ബാച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നമ്മളവിടെ പോയപ്പോൾ സ്വിമ്മിംഗ് പൂൾ ക്ലീനിങ് ടൈം ആയിരുന്നു. അങ്ങനെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇത് സെക്കൻഡ് ഡേ ഒന്നുമല്ല, സെയിം ഡേ തന്നെയാണ്. അപ്പോൾ നാളെ നമ്മൾ വേറെ എങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ പൈൻ ഫോറസ്റ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പം ഫുൾ റിസോർട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ ഇന്ന് നമ്മളവിടെ പോയിട്ട് വന്ന്, അല്ലെങ്കിൽ നാളെ രാവിലെ ഫുൾ റിസോർട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഇത്ര ദിവസം സ്റ്റേ ചെയ്താൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണിത്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഡോർമെട്രി ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് വരുവാണെങ്കിൽ അങ്ങനെയും സ്റ്റേ ചെയ്യാൻ പറ്റും. അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്ക് 5,000 ഈ കോട്ടേജ് കിട്ടിയത്. ഇതിൽ നിശാന്ത് ചേട്ടൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഡിസ്കൗണ്ടൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്. ഏതായാലും വന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആ ചെടികളുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഹായ് പറയൂ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് പോവാണ് അല്ലേ? പൈൻ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകും.
ശരിക്കും പറഞ്ഞാൽ ഈ തൊപ്പി വാങ്ങിയത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഭയങ്കര വെയിലാണ്, നമ്മുടെ ഫേസിലൊക്കെ നല്ലപോലെ അടിക്കുമില്ലെങ്കിൽ. ഹോട്ടൽസ് നല്ല തിരക്കുണ്ട്, ഇവിടെയും ഫുള്ളാണ്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അഫോർഡബിളായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും അത്രയും ഷോപ്സേ ഉള്ളൂ എന്ന്. അപ്പോൾ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ വന്ന് നോക്കിയിട്ട് വാങ്ങിയാലും മതി. റേറ്റ് എല്ലായിടത്തും വ്യത്യാസമുണ്ട്. നമ്മൾ റീൽസിൽ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ക്യാമറയായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് അവർ ഫ്രെയിം ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ചൂടേ ഇല്ല. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പാന്ന് പറയല്ല, പക്ഷെ തണുപ്പാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കും. ചേട്ടാ റൊമാൻസ് വരട്ടെ, റൊമാൻസ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെയാണ് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ അത് ശ്രദ്ധിക്കണം. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണെങ്കിൽ ടിക്കറ്റ് തീരും. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ 5:30 വരെ ഓപ്പൺ ആണെന്ന് കാണിക്കും. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തൂടെയാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകേണ്ടത്. മുന്നേ വേറൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. 1 വേ ആക്കി. അതായത് അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ കൂടെ കയറിയിട്ട് മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങുന്ന പോലെ ആക്കി. അപ്പോൾ അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് ദൂരം ഒന്ന് കറങ്ങിയൊക്കെ നടന്നതിന് ശേഷമാണ് അവിടെ പോയത്. അപ്പോൾ ഇനി തിരിച്ച് റൂമിൽ പോകണം. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം. പിന്നെന്താ, പറ്റുവാണെങ്കിൽ നാളെ മോർണിംഗ് 9 മണിയാകുമ്പം ഓപ്പൺ ആവും അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ പറ്റുവാണെങ്കിൽ മോർണിംഗ് അവിടെ ഒന്ന് വരണം. ട്രൈ ചെയ്യാം, കാണാൻ പറ്റുവാണെങ്കിൽ. ശരി. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചിക്കു ചായ കുടിക്കില്ല, അവൻ ഒരു ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ ഇവിടെ ലൈവായിട്ട് ബജിയൊക്കെ, ആ ശബ്ദം ഇതിലേക്ക് കേൾക്കും. ഇവിടെ ലൈവായിട്ട് ബജിയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു. അല്ല, പഴംപൊരിയുടെ വീഡിയോ എടുത്തരും, അതുകൊണ്ടാണ്. അത് എന്തിൻ്റെങ്കിലും വീഡിയോ അവർ എനിക്കൊരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അവർ ബജി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചതൊക്കെ. നല്ലയാ. നീ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പക്ഷെ വെയിലായതുകൊണ്ട് ഇങ്ങനെയാണ്. കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമായിരുന്നു. ഇപ്പം നല്ല ചൂടാണ്. എന്നാലും ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്കല്ല, എനിക്ക് വാഴയ്ക്ക ബജി. എനിക്ക് വാഴയ്ക്ക ബജി അങ്ങനെയാ പറഞ്ഞത്. എനിക്ക് വാഴയ്ക്ക ബജി അല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു വാഴയ്ക്ക ബജി എന്ന് പറഞ്ഞു. ഞാൻ മുളക് ബജി കഴിക്കൂല.
നല്ല ടേസ്റ്റാണ്. എന്താ ഇതിൻ്റെ പുറത്തെ കവറിങ് അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ മുളക് ബജി ഇഷ്ടമല്ല, ഞാൻ അറിയാണ്ട് വാങ്ങിപ്പോയതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ കുറച്ച് ലോങ് ആയിട്ടുണ്ട്, അപ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.